നിർത്തണുണ്ടോ ലക്ഷ്മി? പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ, മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഭരത, ഒടുക്കം നിനക്ക് വേണ്ട ഗതി വരും, പറഞ്ഞില്ലാന്ന് വേണ്ട. നാട്ടുകാരുടെ മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്ന് കൂട്ടിക്കെട്ടാൻ മറന്നു ഞാൻ. ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം, വട്ടപൂജ്യം. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം. കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്? 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്. ആകപ്പാടെ നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരുന്ന 10-60 വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ. പിറന്നു വീണാ പിന്നെ 10-12 വയസ്സ് വരെ അതാ ഒരു ഉണ്ണി മാങ്ങയുടെ പരുവത്തിലും. 13ാമത്തെ വയസ്സോട്ട് തുടങ്ങാനില്ലേ 7 ശനി, കണ്ടകശനി, കേതുവിന്റെ അപകാരം, രാഹുർ ദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങള്. 10-40 വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ. അപ്പോഴേക്കും തുടങ്ങായി ഷുഗർ, പ്രഷർ, പാൽപിറ്റേഷൻ, കൊളസ്ട്രോള്, ആമവാദം, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ ഓരോ ദണ്ണങ്ങള്. ഒടുക്കം മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും. ടീം ഒരു ബലൂൺ പൊട്ടിപ്പോണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ. അതോടെ നമ്മുടെയൊക്കെ ജീവിതം. എന്താ പ്രഭാകര, എന്താ രുക്മാവതി അമ്മേ, എന്താ ഗോവിന്ദമ്മേ, ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ?